ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മകളെ. നിങ്ങളെ എക്സാമിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. മാക്സിമം 10th പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് തരും. ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആയത് ഏത് എന്നാ ചോദിച്ചത്. വിച്ച് ഈസ് ദ ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടേം അല്ലാത്തതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് സെയിം ആണ്. സോ 2,5, അതുപോലെ തന്നെ 8, എക്സെട്ര എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ടേം ആയത് ഏതെന്നാ ചോദിച്ചത്. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. 2നോട് 3 കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്. 5നോട് 3 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയിട്ടുള്ളത്. ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ഞാനിപ്പോൾ 5 എടുത്തു. 2 എടുക്കേണ്ടവർക്ക് 2 എടുക്കാം, 8 എടുക്കേണ്ടവർക്ക് 8 എടുക്കാം, നോ പ്രോബ്ലം. ഏതെങ്കിലും ഒരു ടേം എടുത്തിട്ട് നിങ്ങൾ ആ കോമൺ ഡിഫറൻസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5ൽ എത്ര 3 ഉണ്ടടാ? 5ൽ 1 3 ആണുള്ളത്. 3 ബാക്കി റിമൈൻഡർ 2 ആണ്. ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ടേം ആണോ എന്ന് ചോദിച്ച 4 നമ്പർ ഇല്ലേ? 22 ഉണ്ട്, 32 ഉണ്ട്, 42 ഉണ്ട്, 52 ഉണ്ട്. ഈ പറയുന്ന എല്ലാ നമ്പറിനെയും 3 കൊണ്ട് അഥവാ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 22ൽ എത്ര 3 ഉണ്ട്? 7 ടൈംസ് 7 × 3 21. ബാക്കി റിമൈൻഡർ എത്ര? 1. റിമൈൻഡർ സെയിം ആയാൽ മാത്രമേ ടേം ആവുള്ളൂ. റിമൈൻഡർ സെയിം ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 22 ആൻസർ അല്ല. അടുത്ത് 32ൽ എത്ര 3 ഉണ്ട്? 32ൽ 3 10 ടൈംസ് ഉണ്ട്. 10 × 30 10 × 3 30 ആണ്. ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. റിമൈൻഡർ സെയിം ആയില്ലേ? സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ 42നെയും 52നെയൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ബട്ട് നിങ്ങൾക്ക് റിമൈൻഡർ എന്ത് കിട്ടില്ല? 2 കിട്ടില്ല. ഓക്കെ അല്ലേ? ഇതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദി സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണെന്നും അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 60. ആദ്യത്തെ 6 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ 50 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? 50 അല്ല 60 അല്ലെ? 60. ഓക്കെ, ഇതാ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. എന്റെ മക്കൾ നോക്കിയേ, ഇവിടെ 6 ടേമിന്റെ സമ്മ തന്നിരിക്കുന്നത്. 6 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പെയറാക്കി മാറ്റിക്കൂടെ? 6 ആൾക്കാരുണ്ടെങ്കിൽ എത്ര പെയറാക്കാൻ പറ്റൂടാ? എന്റെ മക്കൾ പറഞ്ഞു തന്നെ 3 പെയറാക്കാൻ പറ്റും. 3 പെയർ ഈസ് ഈക്വൽ ടു 60 ആണ്. അപ്പോൾ 1 പെയർ ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കടാ? 3 പെയർ 60 ആണെങ്കിൽ 1 പെയർ എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ദാറ്റ് ഈസ് 1 പെയർ ഈസ് ഈക്വൽ ടു 20 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ആരൊക്കെ ഇനി പെയർ ആവുക? 1ഉം 6ഉം പെയർ ആവും, 2ഉം 5ഉം പെയർ ആവും, 3ഉം 4ഉം പെയർ ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയ മക്കളെ, നമ്മളോട് ചോദിക്കുന്നത് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടിയാൽ എത്രയാണല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു ഒരു പെയർ 20. ആഹാ, കുഴപ്പമില്ലല്ലോ, ആൻസർ കിട്ടി. അപ്പോൾ സബ് ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ കിട്ടി. ഇനി സബ് ക്വസ്റ്റ്യൻ 2ലേക്ക് കടക്കുമ്പോൾ വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെയർ ആയിട്ടുള്ള സെക്കൻഡ് ടേമും അതുപോലെ തന്നെ ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടിയാൽ 20 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ടേം ആരാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെക്കൻഡ് ടേമിന് പകരം ഞാൻ 5 എന്ന് കൊടുത്താൽ 5 പ്ലസ് ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 20. ആ പ്ലസ് 5ന് ഞാൻ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 20 മൈനസ് 5 ആൻഡ് ദ ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 15 എന്ന ആൻസർ കിട്ടി. അടിപൊളിയല്ലേ? യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് എന്നാ ചോദിച്ചത്. ആദ്യത്തെ 15 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ഈയിടെ അവിടെ നോക്കടാ, 15 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 15 ടേം എന്ന് പറയുമ്പോൾ 15 ഓടാണ്. ഓടിന് എന്തുണ്ടാവും? മിഡിൽ ടേം ഉണ്ടാവും. സോ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ എന്ത് കിട്ടി? നമുക്ക് സമ്മ് കിട്ടി.
സോ എന്റെ മക്കൾ പറഞ്ഞു തന്നെ 15 ടേംസിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ആരായിരിക്കും? 15ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക 16. 16ന്റെ പകുതി എന്ന് പറയുമ്പോൾ 8ാമത്തെ ടേം. അപ്പൊ 8ാമത്തെ ടേമിന് നമ്പർ ഓഫ് ടേംസ് ആയിട്ടുള്ള 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് സം ഓഫ് 15 ടേംസ് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, 2ാമത്തെ ടേം എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 5ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 15 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ ഈസി അല്ലടാ, വളരെ ഈസി അല്ലേ? ഈ സെക്കൻഡ് ടേമിൽ നിന്നും 5th ടേമിലേക്ക് വന്നപ്പോൾ 3D കൂടിയതാ. 3D കൂടിയപ്പോൾ ഇവിടെ 10 കൂടി. എത്ര കൂടി? 10 കൂടി. വീണ്ടും 5th ടേമിൽ നിന്നും 8th ടേമിലേക്ക് പോകുമ്പോൾ 3D കൂടുകയല്ലേ ചെയ്യുക? 3D കൂടിയാൽ വീണ്ടും എത്ര കൂടടാ? വീണ്ടും 10 കൂടും. ഈ പറയുന്ന 15നോട് 10 കൂട്ടിയാൽ നമുക്ക് 25 എന്നല്ലേ ആൻസർ കിട്ടുക. സോ 8th ടേം എന്ന് പറയുന്നത് ആരാടാ? 8th ടേം എന്ന് പറയുന്നത് ആരാ? എന്റെ മക്കൾ പറഞ്ഞെന്നേ 8th ടേം എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ 15 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ 25 into 15 ചെയ്താൽ മതി. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ 15 ടേംസിന്റെ സം എത്ര ആയിരിക്കടാ? ഇവിടെ നോക്കിയേ, 25 into 15. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 5 25, 2, 5 into 2 10, 12, 1 into 5 5, 1 into 2 2. സോ ദാറ്റ് ഈസ് 375 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് 375 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആദ്യത്തെ 15 ടേംസിന്റെ സമ്മ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. സോ സബ് ക്വസ്റ്റ്യൻ 2ഉം സബ് ക്വസ്റ്റ്യൻ 3ഉം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, എടാ റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ ദാറ്റ് ലീവ്സ് റിമൈൻഡർ 3 or 8 when division by 10. 2 റിമൈൻഡറുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മളോട് നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുമില്ല, ആ 2 നമ്പർ ഇങ്ങോട്ട് ഫസ്റ്റ് ചെയ്ത 3,8. എന്നിട്ട് ആ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഇല്ലേ, അത് ഫസ്റ്റത്തെ 3നോട് ആഡ് ചെയ്യുമ്പോൾ 13, അടുത്ത നമ്പർ 8നോട് 10 ആഡ് ചെയ്യുമ്പോൾ 18, അടുത്ത 13നോട് 10 ആഡ് ചെയ്യുമ്പോൾ 23, അടുത്ത 28 എക്സെട്ര 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 എന്ന് പറഞ്ഞു പോകുന്നതാണ് സീക്വൻസ്. കുഴപ്പമില്ലല്ലോ. ഈ പറയുന്ന സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമിനെ നിങ്ങൾ 5 കൊണ്ട്, എനി ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ റിമൈൻഡർ എന്നാ ചോദിച്ചത്. സാർ 8 എടുക്കുന്നു, സെക്കൻഡ് ടേം ആയിട്ടുള്ള 8 എടുത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5ൽ എത്ര 8 ഉണ്ട്? 5ൽ 8 1 ടൈംസ് ആണ് 5, ബാക്കി റിമൈൻഡർ 3 ആണ്. സോ ആൻസർ ഈസ് 3. ആൻസർ എന്താണ്? 3 ആണ്. ഇനി നിങ്ങൾ വേണമെങ്കിൽ 13 ഡിവൈഡ് ചെയ്ത് നോക്കിയോ. 13ൽ എത്ര 5 ഉണ്ട്? 13ൽ 2 ടൈംസ് ആണ് 10 ആണ്, ബാക്കി റിമൈൻഡർ 3. ആഹാ, കൊള്ളാലോ, എല്ലാ റിമൈൻഡർ 3 തന്നെയാണ്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതൊരു ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 10 അല്ല. 10 നമ്മൾ കൂട്ടി പോയെങ്കിൽ കൂടി അതെന്തല്ല, കോമൺ ഡിഫറൻസ് അല്ല. അവിടെ കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്? 5 ആണ് വരുന്നത്. സോ ആ ക്വസ്റ്റ്യൻ സെറ്റ് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 10, 16, 22, എക്സെട്ര എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് എന്ന് പറയുന്നത്, 2 പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നാ ചോദ്യം. അപ്പം കോമൺലി നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. 40 എന്ന് പറയുന്നത് ഒരിക്കലും 6ന്റെ ഗുണിതമല്ല, 51 6ന്റെ ഗുണിതമല്ല. അതേസമയം 48 എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഇറ്റ് ഈസ് 6 into 8 ആണ്, അതായത് 6ന്റെ ഗുണിതമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇത് ചെയ്തു നോക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇവിടെയുള്ള നമ്പറുകളെ, ഈ 40നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40ൽ 6 ടൈംസ് 36, ബാക്കി റിമൈൻഡർ 4 വരും. റിമൈൻഡർ ശരിക്കും 0 വന്നാൽ മാത്രമേ നമ്മുടെ ആൻസർ ആവുള്ളൂ. ഡിഫറൻസ് അവിടെ ചോദിച്ചു, ഡിഫറൻസ് ആവുമ്പോൾ 0 വരണം റിമൈൻഡർ. സോ 51നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ടൈംസ് 8 into 6 48 ആണ്, ബാക്കി റിമൈൻഡർ 3 ആണ് വരിക. അടുത്ത നിങ്ങൾ 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ടൈംസ് 48, ബാക്കി റിമൈൻഡർ 0 എന്ന് വരും. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പൊ നിങ്ങളെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 8th term of an arithmetic sequence is 25 and the 12th term of an arithmetic sequence is 30. What is the 16th term? 2 മെത്തേഡ് ചെയ്യാട്ടത്, 2 മെത്തേഡ് ചെയ്യാം. ഞാൻ 2 മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നോക്കിയേ. ഫസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 8th ടേമിൽ നിന്ന് 12th ടേമിലേക്ക് പോയപ്പോൾ നമ്മൾ 4D ആണ് ആഡ് ചെയ്തത്. 4D ആഡ് ചെയ്തപ്പോൾ ഇവിടെ 5 കൂടി.
4D ആഡ് ചെയ്തപ്പോൾ 5 കൂടി. അങ്ങനെയാണെങ്കിൽ 12th ടേമിൽ നിന്നും 16th ടേമിലേക്ക് വീണ്ടും 4D ആഡ് ചെയ്യുമ്പോൾ എത്ര കൂടണടാ? 5 കൂടണം. 13നോട് 5 കൂടിയാൽ 35 ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി സാറ് പറഞ്ഞ വേറൊരു മെത്തേഡ് കുറച്ച് ടൈം എടുത്താൽ പോലും നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അടുത്തതെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കണേ, 8th ടേം എന്ന് പറഞ്ഞാൽ 25 ആണ്. അതുപോലെ തന്നെ 12th ടേം എന്ന് പറഞ്ഞാൽ 30 ആണ്. നമ്മൾ സാധാരണ പഠിച്ചത് പ്രകാരം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 30 മൈനസ് 25 ഡിവൈഡഡ് ബൈ 12 മൈനസ് 8 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ 5 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും നിങ്ങൾക്ക്. അവിടെ നിന്ന് നിങ്ങൾ എന്താക്കേണ്ടത്? ചെറുതാക്കാനൊന്നും പോകണ്ട, അവിടെ തന്നെ വെക്കുക. നിങ്ങളോട് 16th ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 16ാമത്തെ ടേം കണ്ടുപിടിക്കാൻ 12ാമത്തെ ടേമിനോട് എത്ര ഡി കൂട്ടണടാ? 12നോട് 4 ഡി കൂട്ടിയാൽ നിങ്ങൾ 16ാമത്തെ ടേമിലെത്തും. സോ ദ 16th ടേം ഈസ് ഈക്വൽ ടു 12th ടേം ആയിട്ടുള്ള 30 പ്ലസ് 4 ഇൻറ്റു 5 ബൈ 4. ഇവിടെ ഈ 4ഉം വെട്ടിപ്പോവും. 4ൽ 4 1 ടൈംസ് ആ. സോ ബാക്കി എന്താ ഉള്ളത്? 16th ടേം ഈസ് ഈക്വൽ ടു 30 പ്ലസ് 1 ഇൻറ്റു 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 35. സെറ്റ് അല്ലേ? ഏത് രീതി ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ മെത്തേഡ് ഡസൻ മാറ്റേഴ്സ്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് 18th ടേം ഈസ് 40. അതായത് രണ്ടാമത്തെ ടേമും അതുപോലെ തന്നെ 18ാമത്തെ ടേമും കൂട്ടിയാൽ 40 ആണ്. ദാറ്റ് മീൻസ് ഒരു പെയർ എന്ന് പറഞ്ഞാൽ 40 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദിച്ചിരിക്കുന്നത് 7th 13th ടേമും 7th ടേമും 13th ടേമും അടുത്ത പെയറാണ് അല്ലെ? ഇത് കൂട്ടിയാലും 40 തന്നെയായിരിക്കും. എല്ലാ പെയറിന്റെയും സമ്മ് സെയിം ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, വാട്ട് ഈസ് ദ 10th ടേം? 10th ടേം എന്ന് പറഞ്ഞാൽ ഇവരുടെ നടുവിലുള്ള ആളാണ്. മിഡിലുള്ള ടേം എന്ന് പറഞ്ഞാൽ ഒരു പെയറിന്റെ പകുതി ആയിരിക്കും. ഒരു പെയർ 40 ആണെങ്കിൽ അതിന്റെ പകുതി 20 എന്ന് ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടി. മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 14, 23, 14, 23, 32, എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഈ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 108 ആവുമോ എന്നാണ് ചോദിച്ചത്. അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. ആ പറയുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആണോ 108 എന്ന് നോക്കണം. 108ന് നമ്മൾ എന്താക്കിയാൽ മതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 9, ബാക്കി റിമൈൻഡർ 1, 8ൽ 2, 18, ബാക്കി റിമൈൻഡർ 0. ദാറ്റ് മീൻസ് 108 എന്ന് പറയുന്നത് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആവും. കാരണം എന്താ? ഈ പറയുന്ന 9 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അതിന്റെ റീസൺ ആണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് വെച്ച് കാണിച്ചിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ 15th ടേം. എടാ, ഇതിൽ 15ാമത്തെ ടേം കണ്ടുപിടിക്കണം. 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്റെ കയ്യിൽ ഫസ്റ്റ് ടേം ഇല്ലേ? 14 ഉണ്ട്. എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 1നോട് 14 ഡി കൂട്ടണം. 1നോട് 14 ഡി കൂട്ടണം അല്ലെ? അപ്പൊ 15th ടേം ഈസ് ഈക്വൽ ടു, എന്റെ മക്കൾ ശ്രദ്ധിച്ച്, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 14 ആണ്, പ്ലസ് 14 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 9 ആണ്. പൊതു വ്യത്യാസം 9 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? 15th ടേം ഈസ് ഈക്വൽ ടു പറഞ്ഞേ 14 പ്ലസ് 140 നിന്നും 14 കുറച്ചാൽ 126. 126ഉം 114 കൂട്ടിയാൽ 140 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ. സോ 15th ടേം നമുക്ക് കിട്ടി. സെറ്റ് അല്ലേ? യെസ്. ഇനി സി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230? 230 എത്രാമത്തെ പദമാണെന്നാണ് ചോദ്യം. അതായത് 230ന്റെ സ്ഥാനം കണ്ടുപിടിക്കണം. 230ന്റെ സ്ഥാനം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം 14 ആണ്, കോമൺ ഡിഫറൻസ് 9 ആണ്, ഒക്കെ നമുക്കറിയാം. എങ്ങനെയാ പൊസിഷൻ കണ്ടുപിടിക്കാം? പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു xn എന്ന് പറഞ്ഞാൽ 230 മൈനസ് 14 ബൈ 9 പ്ലസ് 1. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 230 നിന്നും 14 കുറച്ചാൽ 216 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു പറഞ്ഞേ 21ൽ 9 2 ടൈംസ്, ബാക്കി 3 6 36ൽ 9 എന്ന് പറയുമ്പോൾ 4 ടൈംസ് 4 പ്ലസ് 1 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. നമ്പർ ഓഫ് ടേംസ് 25 ആണ്. അതായത് 25ാമത്തെ ടേം ആണ് ആര് എന്ന് പറയുന്നത്? 230 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. ആദ്യത്തെ 7 ടേമിന്റെ സം എന്ന് പറയുന്നത്, എന്റെ മക്കളോട് ശ്രദ്ധിക്കാം, ആദ്യത്തെ 7 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാന്നാ പറഞ്ഞത്? 133 എന്നാ പറഞ്ഞത്.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 14 ടേമിന്റെ സമ്മ് 511. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. എടാ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 7 ടേംസിന്റെ മിഡിൽ ടേം അല്ലേ? 7 ടേംസിന്റെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 7ന്റെ മിഡിലാണ് 4. 7 ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കണം. മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത്. സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടടാ? അതാ പറഞ്ഞേ, x4 ഈസ് ഈക്വൽ ടു 133 ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് x4 ഈസ് ഈക്വൽ ടു 19 എന്ന ആൻസർ കിട്ടും. നാലാമത്തെ പദം കിട്ടി. നെക്സ്റ്റ് നമ്മളോട് 14ാമത്തെ ടേം, 14 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 11ാമത്തെ ടേം. എടാ 11ാമത്തെ ടേം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കിയേ. ഈ പറയുന്ന 14 എന്ന് പറയുന്നത് ഓഡ് ആണോ ഈവൻ ആണോ? ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. ഈവൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പെയറാക്കി മാറ്റണം. 14 ആൾക്കാരുണ്ടെങ്കിൽ എത്ര പെയറാക്കാൻ പറ്റും? 7 പെയറാക്കാൻ പറ്റും. 7 പെയർ 511. അപ്പൊ ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1 പെയർ ഈസ് ഈക്വൽ ടു 511 ഡിവൈഡഡ് ബൈ 7. ദാറ്റ് ഈസ് 1 പെയർ ഈസ് ഈക്വൽ ടു പറഞ്ഞേ 49 7 പ്രാവശ്യം, 21 3 പ്രാവശ്യം. സോ 73 ആണ്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ, ഒരു പെയർ എന്ന് പറഞ്ഞാൽ 73 ആണ്. ആരൊക്കെ പെയർ ആവുക? ഇവിടെ നോക്കിയേ 1ഉം 14ഉം പെയർ ആവും. 2ഉം 13ഉം പെയർ ആവും. 3ഉം 12ഉം പെയർ ആവും. 4ഉം 11ഉം 11 അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നാലാമത്തെ ടേമും 11ാമത്തെ ടേമും കൂട്ടിയാൽ നമുക്ക് 73 കിട്ടണം. സെറ്റ് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നാലാമത്തെ ടേം 19 ആണ്. 19 പ്ലസ് 11ാമത്തെ ടേം കൂട്ടിയാൽ 73 കിട്ടണം. ആ പ്ലസ് 19 അപ്പുറത്തേക്ക് കൊണ്ട് എന്ത് സംഭവിക്കടാ? 11th ടേം ഈസ് ഈക്വൽ ടു 73 മൈനസ് 19. 19 കൂട്ടണം, 19 കുറയ്ക്കണം അല്ലെ? 19 കുറച്ചാൽ എത്ര കിട്ടടാ? 54 എന്ന് കിട്ടും അല്ലെ? 54. 11ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 54 എന്ന് കിട്ടി. സോ 11ാമത്തെ ടേം കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളോട് ആദ്യത്തെ 3 പദം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കൾ നോക്കിയേ, ഇവിടെ 4ാമത്തെ പദം എന്ന് പറയുന്നത് 19 ആണെന്നും 11ാമത്തെ പദം എന്ന് പറയുന്നത് 54 ആണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചതാണ് d ഈസ് ഈക്വൽ ടു 54 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 മൈനസ് 4. സെറ്റ് അല്ലേ? 54ൽ നിന്നും 19 കുറച്ചാൽ d ഈസ് ഈക്വൽ ടു കുറച്ചാൽ എത്ര കിട്ടടാ? 35 എന്ന് കിട്ടും. 35 ഡിവൈഡഡ് ബൈ 11ൽ നിന്നും 4 കുറച്ചാൽ 7 എന്ന് കിട്ടും. 35/7. കോമൺ ഡിഫറൻസ് 5 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ എങ്ങനെയാടാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? നിങ്ങളുടെ കയ്യിൽ ഫോർത്ത് ടേം ഉണ്ട് അല്ലെ? ക്വസ്റ്റ്യനിൽ ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഈ ഫോർത്ത് ടേം നിന്നും ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ കുറച്ചാ പോരെ, മൈനസ് ചെയ്യണം. എത്ര കുറയ്ക്കണം? 3d കുറയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ മക്കൾ പറഞ്ഞത് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 19 മൈനസ് 3 ഇൻറ്റു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 മൈനസ് 15 ആണ്. ഫസ്റ്റ് ടേം 4 ആണെന്ന് കിട്ടി. ഫസ്റ്റ് ടേം 4 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ 9 4, 9, 14, 19, എക്സെട്ര എന്ന് പറയുന്നതാണ് സീക്വൻസ്. സെറ്റ് അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 7th term of the arithmetic sequence is 30. What is the sum of 6th and 8th terms? 7th term എന്ന് പറയുന്നത് 30 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള 6th ടേമും അതിന് തൊട്ട് ശേഷമുള്ള 8th ടേമും കൂട്ടിയാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ് മിഡിലെ ടേമിന്റെ ഡബിൾ ആയിരിക്കും പെയറിന്റെ പകുതിയായിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 25 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്നാണ് ചോദിച്ചത്. എടാ ഫസ്റ്റ് ടേമും തേർഡ് ടേമും എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള സാധനമാണ് അല്ലെ? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പൊ ടോട്ടൽ എത്ര? ഇത് 3 കൂടി കൂട്ടിയാൽ 75 എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി അല്ല, സെക്കൻഡ് ടേം മാത്രം വെച്ച് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം 25 ആണ് അല്ലെ? ഇത് മിഡിൽ ടേം ആണ്. ഓക്കെ, 3 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസും ചെയ്യാം. That is middle term 25 into number of terms 3. That is also is equal to 75. ഏത് ചെയ്താലും നിങ്ങൾക്ക് 75 എന്ന ആൻസർ കിട്ടും. സോ അടിപൊളിയായിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും
അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സിലും ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് A+ കിട്ടുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള, കുറച്ച് ലെങ്ത് ഓവർ ആണെന്ന് സാർക്ക് അറിയാം, ഈവൻ ദോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റുകൾ ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചോളാം. സാർ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. സോ ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Rex. Bye bye, see you later.